ഹലോ, എൻ്റെ പേര് ബെബറ്റോ എന്നാണ്. ഞാനൊരു ഡോക്ടറാണ്. ഞാനൊരു കരിയർ ഗുരുവോ കരിയർ അഡ്വൈസറോ ഒന്നുമല്ല. ഇത് ഞാൻ യൂട്യൂബിൽ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാറില്ല യൂട്യൂബിൽ. പറയേണ്ട വിഷയം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഷോർട്ട് റീലായിട്ട് ഒതുക്കാൻ പറ്റാവുന്ന ഒരു വീഡിയോ അല്ല, അല്ലെങ്കിൽ ഒരു ടോപ്പിക് അല്ല ഇത്. അതുകൊണ്ടാണ് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ ആദ്യം ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് ഒരുപാട് ആലോചിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ചെയ്തിട്ട് ഇപ്പോൾ എന്തിനാണ്, ഇതിപ്പോൾ ആര് കാണാനാണ്, അല്ലെങ്കിൽ നമുക്കറിയുന്ന കുറച്ച് പേര് കണ്ടതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ ആലോചിച്ച് ഞാൻ ചെയ്യേണ്ടാന്ന് വിചാരിച്ചൊരു ടോപ്പിക്കാണ് 2025 ഒരാൾ മെഡിസിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു വിഷയം. പക്ഷെ ഞാൻ അവസാനം ഞാൻ അത് ചെയ്യാൻ തീരുമാനിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ എൻ്റെ 16-17 വയസ്സിൽ എൻ്റെ കരിയർ എന്താവണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. മെഡിസിൻ എടുക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കണോ, മെഡിസിൻ എടുക്കണമെങ്കിൽ എന്തുകൊണ്ട് എടുക്കണം, അതിലുള്ള ചാലഞ്ചസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഇതിനെപ്പറ്റി എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻസ് വളരെ ലളിതമായിരുന്നു. കാരണം ഞാൻ 2012 MBBS സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എയ്തർ എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ എന്നുള്ളതായിരുന്നു അന്നത്തെ നോം. നമുക്ക് വേറെ കരിയറിനെ പറ്റിയൊന്നും ധാരണയൊന്നുമില്ല. എനിക്ക് മാത്സ് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ബയോളജി എനിക്ക് എളുപ്പമുള്ളൊരു വിഷയമായിരുന്നു. പഠിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ മെഡിസിൻ എടുത്തേക്കാം എന്നുള്ളൊരു ധാരണയിൽ മെഡിസിൻ എടുത്താണ്. അല്ലാണ്ട് മെഡിസിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷൻ കാരണോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് കാരണോ അല്ലെങ്കിൽ ബാക്കി കരിയർ ഓപ്ഷൻസൊക്കെ നോക്കി ഇതാണ് ബെസ്റ്റ് എന്ന് തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരാളൊന്നുമല്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു കരിയർ ഗൈഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. എൻ്റെ ഫാമിലി ട്രീയിൽ ആദ്യത്തെ ഡോക്ടറാണ് ഞാൻ. ആം എ ഫസ്റ്റ് ജനറേഷൻ ഡോക്ടർ. ഇപ്പോൾ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനും ആർക്കും എന്നെ ഗൈഡ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നൺ ഓഫ് ദം ആർ ഡോക്ടേഴ്സ്. അപ്പോൾ ഞാനങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എടുത്ത് എൻ്റെ 2012 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റുഡൻറ്റ് ലൈഫ് ആരംഭിക്കുമ്പോൾ തൊട്ട് എനിക്ക് കുറേ ചാലഞ്ചസ് പേഴ്സണലി വന്നിട്ടുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് പ്രിപ്പയർഡ് ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. മേ ബി ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മലയാളി ഉണ്ടാവും, അവിടെ ഒരു കുട്ടി ഉണ്ടാവും, 16 or 17 മെഡിസിൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. വീട്ടിലാരും ഡോക്ടേഴ്സ് ഇല്ല, അതിനെപ്പറ്റി പറഞ്ഞു തരാൻ, അതിൻ്റെ ചാലഞ്ചസോ ഓപ്പർച്യൂണിറ്റീസോ പറഞ്ഞു തരാൻ ആരുമില്ല. ആകെ അവർ കാണുന്നത് ഏതെങ്കിലും എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കരിയർ ഗുരൂസിൻ്റെയോ ഒക്കെ വീഡിയോസ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദം അതിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റണം എന്നില്ല. നമ്മൾ ബയസ്ഡ് ആയിരിക്കും കുറച്ച് അങ്ങനത്തെ വീഡിയോസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം, ഇതിലെ ഓപ്പർച്യൂണിറ്റീസ് ചാലഞ്ചസ് എല്ലാം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 2012 എൻ്റെ MBBS സ്റ്റുഡൻറ്റ് ലൈഫ് ആരംഭിക്കുന്നത്. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ പഠിച്ച് കുറച്ചാൾ അവിടെ നിന്ന് പാസ് ഔട്ടായി, ഹൗസ് സർജൻസി കഴിഞ്ഞ് കുറച്ചാൾ നാട്ടിൽ വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ UK വന്നു 2022. ഞാൻ ഇവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതി, അത് പാസ്സായി. പിന്നെ ഇവിടെ 2 കൊല്ലം വർക്ക് ചെയ്ത് ഇപ്പം ഞാൻ ഇവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി കോഴ്സല്ല, അത് ജോലി തന്നെയാണ്. ജോലിയുടെ കൂടെ പഠനം. അപ്പോൾ നമ്മൾ സാലറി ഉണ്ടാവും നമുക്ക്. അതോടുകൂടിയുള്ള ഒരു പഠനമാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഞാനിപ്പോൾ 2012 തുടങ്ങി, 2018 MBBS പാസ് ഔട്ടായി, ഹൗസ് സർജൻസി അടക്കം കഴിഞ്ഞ് പിന്നെ കുറേ നാൾ നാട്ടിൽ വർക്ക് ചെയ്ത് ഒരു ക്ലാരിറ്റി ഒക്കെ വന്നപ്പോൾ UK വന്നപ്പോൾ ഇവിടെ 2-3 കൊല്ലത്തോളമായി UK വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. ഇനി ഈ ഫീൽഡിലെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതിൽ ആദ്യം പറയേണ്ട കാര്യം, ഇപ്പോൾ നല്ല കാര്യങ്ങൾ ആദ്യം പറയണം. ബിക്കോസ് ഏതൊരു ഫീൽഡായാലും, നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് കരിയർ ആണെങ്കിലും അതിൽ നല്ല കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോന്നിനെ പറ്റി പറഞ്ഞാലേ നമുക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. ആ ഒരു ഐഡിയയുടെ പുറത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മെഡിസിനിലോട്ട് വരുന്നതിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആസ് എ ഫിസിഷ്യൻ അല്ലെങ്കിൽ ആസ് എ ക്ലിനീഷ്യൻ ഒരാളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഫേസിൽ, അയാളുടെ ഏറ്റവും വേദനയുള്ളൊരു ഫേസിൽ, അത് ഫിസിക്കൽ പെയിൻ ആവാം, മെൻ്റൽ പെയിൻ ആവാം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആവാം, ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ആ ഒരു ഫേസിൽ ഒരാളുടെ കൂടെ ഒപ്പം നിൽക്കുക, അവരുടെ ആ ഒരു ജേണിയിൽ, ആ ഒരു ഡിസീസ് ഫേസിൽ അവരെ സഹായിക്കുക. അവർക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് അവർക്കൊരു എന്താ പറയുക, ഒരു സോഴ്സ് ഓഫ് ഹോപ്പ് ആവുക എന്ന് പറയുന്നതാണ് ഈ ഫീൽഡിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി ഇൻ എ സെൻസ് അതൊരു വളരെ റിവാർഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒരാളെ സഹായിക്കുന്നു ആൻഡ് വി ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ഇറ്റ്. അത് എല്ലാ ജോലികൾക്കും ഉണ്ട്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. പക്ഷേ ഇതിന് കുറച്ചും കൂടെ
സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഒരു മനുഷ്യൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും നല്ല കാര്യം ഈ ഫീൽഡിൻ്റെ. പിന്നെയുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാ കാലത്തും ഡോക്ടേഴ്സിൻ്റെ ആവശ്യം വരും. ഡോക്ടേഴ്സിൻ്റേത് മാത്രമല്ല, മെഡിക്കൽ ഫീൽഡിൽ എല്ലാവരുടെയും ആവശ്യം വരും നമുക്ക്. ഡോക്ടേഴ്സ്, നഴ്സസ്, ഫാർമസിസ്റ്റ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എല്ലാവരുടെയും ആവശ്യം നമുക്ക് വരും. അപ്പോൾ ജോലി എന്തായാലും ഉണ്ടാവും. പക്ഷേ ആ ജോലി എത്രമാത്രം കോമ്പറ്റീറ്റീവ് ആണ് കിട്ടാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട്. അത് ഞാൻ പതിയെ പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ടു ഹെൽപ്പ് സം വൺ വെൻ ദേ ആർ സഫറിങ്, അതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ റിവാർഡിങ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. 2, നമുക്ക് ആവശ്യത്തിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്തായാലും. ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്തായാലും ഡോക്ടേഴ്സിനെയും ഹെൽത്ത് കെയർ സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് അതവിടെ തന്നെ ഉണ്ടാവും. ആ ജോലികളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ജോലി ഇല്ലാത്തൊരവസ്ഥ, കോമ്പറ്റീഷൻ ഒബ്വിയസ്ലി കൂടിയിട്ടുണ്ട്, എന്നാൽ പോലും മറ്റ് പല ഫീൽഡിനേക്കാളും ഒരു ജോലി സാധ്യത എന്നുള്ളൊരു സംഭവം ഈ ഫീൽഡിലുണ്ട്. അതിൽ നമ്മൾ ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതൊക്കെയാണെങ്കിലും മെയിൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു കിക്ക് കിട്ടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരാളുടെ രോഗം ഡയഗ്നോസ് ചെയ്യുന്നതിൽ ഒരു ഡയഗ്നോസ്റ്റിക് പ്ലഷർ ഉള്ള ഒരാളാണ്, ഒരാളെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് അയാൾക്ക് ഇതാണെന്ന് കണ്ടെത്തുന്നതിൽ ഒരു സന്തോഷം കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ്. ഇതൊരു ഭയങ്കര ഇൻ്റലക്ച്വലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ളൊരു ജോലിയാണ്. നമുക്ക് ഒരു പസിൽ പോലെയാണ്. നമ്മൾ ഓരോ ഡോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മളൊരു ഫൈനൽ പിക്ചറിലോട്ട് എത്തുന്ന ആ ഒരു പ്രോസസ്സ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ മോശമാണ് അല്ലെങ്കിൽ ഭയങ്കര മോശം സിറ്റുവേഷൻ ആണെന്ന് ഞാൻ പറയില്ല. നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ട്. ഇനി ഇതിലെ ചാലഞ്ചസ്, ഞാനതിനെ നെഗറ്റീവ്സ് എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, ചാലഞ്ചസ് എന്നാണ് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പറയാനാണെങ്കിൽ കുറച്ചുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും നിങ്ങൾ അവെയർ ആയിരിക്കണം. ഇപ്പോൾ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ MBBS എന്ന് പറയുന്ന ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് പരിപാടിയല്ല. നമ്മൾ 5 കൊല്ലം ഒരു കോഴ്സ് പഠിക്കുന്നു, 1 കൊല്ലം ഹൗസ് സർജൻസി ചെയ്യുന്നു, ആ കോഴ്സ് കഴിഞ്ഞോടുകൂടെ നമ്മൾ സെറ്റിൽ ഫോർ ലൈഫ് എന്നുള്ളൊരു പരിപാടി മെഡിസിനിലില്ല. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ മരിക്കുന്നവരെ പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ഫീൽഡാണ് മെഡിസിൻ എന്ന് പറയുന്നത്. അത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നമുക്കല്ലാത്ത പല 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 പരിപാടികളുണ്ട്. ഇതൊന്നും എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പഠിക്കാൻ വരുമ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഓക്കെ MBBS കഴിയുന്നു, ഏതെങ്കിലും സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ സെക്കൻഡറി കെയറിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ജോലി ചെയ്യാൻ കയറുന്നു, എൻ്റെ ജീവിതം സെറ്റിലാവുന്നു, നല്ല നല്ല ശമ്പളമൊക്കെ കിട്ടി, അതോടുകൂടെ സെറ്റിലാവുന്നു. ഒരു 1 ടൈം സെറ്റിൽമെൻറ്റ് പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബിക്കോസ് എനിക്കതൊന്നിനെ പറ്റി യാതൊരു ധാരണയില്ല. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ഒരു ഫോർമൽ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടും നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. അല്ലാതെ തന്നെ നമുക്ക് കുറേ ഡിപ്ലോമാസും ഫെലോഷിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിവ് നേടണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഇഫ് യു ആർ ക്യൂരിയസ്, അല്ലെങ്കിൽ ക്യൂരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര നല്ലൊരു ഫീൽഡായിരിക്കും മെഡിസിൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളെന്നും പഠിക്കാം, നമുക്ക് എന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇതൊരു എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ് MBBS എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിക്ഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു മതപുസ്തകം പോലെയോ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ അവിടെ എഴുതി വെച്ചിട്ട് ജീവിതകാലം അല്ലെങ്കിൽ ലോകാവസാനത്തോളം അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു പരിപാടിയല്ല മോഡേൺ മെഡിസിൻ. സയൻസ് പോലെ തന്നെ സയൻസിൻ്റെ ഒരു ഭാഗമാണ് മോഡേൺ മെഡിസിനും. അപ്പോൾ അതിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ പഴയത് പലതും ഒബ്സൊലീറ്റ് ആവും, അത് നമ്മൾ മാറ്റും, പുതിയ കാര്യങ്ങളിലോട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി മെഡിസിനിലുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എവിഡൻസ്. ആ എവിഡൻസ് മാറിക്കൊണ്ടിരിക്കും, നമുക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടും, നമ്മൾ പുതിയ റിസർച്ചുകൾ വരും. അപ്പോൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര നല്ലൊരു ഫീൽഡായിരിക്കും മെഡിസിൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ ഒരു ക്ലിനീഷ്യനായിട്ട് നിൽക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിസർച്ചിലോട്ട് പോകണമെങ്കിലോ ആ ഒരു സൈഡിലോട്ട് പോകുകയാണെങ്കിലോ അത് ഭയങ്കര റിവാർഡിങ് ആയിട്ടുള്ള ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു ഫീൽഡാണ് മെഡിസിൻ എന്തൊക്കെ പറഞ്ഞാലും. ഇനി ഈ ചാലഞ്ചസിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യൂറേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇത് 5.5 കൊല്ലം കൊണ്ട് പരിപാടി കഴിയും, ഞാൻ സെറ്റിലാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനത് തുടങ്ങുന്നത്. പിന്നെ എനിക്ക് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പരിപാടി ഒന്നും തീരില്ല, ഇത് നമ്മൾ ജീവിതകാലം മൊത്തം പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ചാലഞ്ച് ഇൻ എ സെൻസ്. നമ്മളിപ്പോൾ കോളേജ്, ഇപ്പോൾ ഞാൻ 18 വയസ്സിലാണ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് 24 വയസ്സാണ് ഹൗസ് സർജൻസി ഇറങ്ങുമ്പോൾ. ആ ഒരു പ്രായത്തിൽ എനിക്ക് കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്ന വേറെ കോഴ്സസ് പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു കരിയർ ട്രജക്ടറി എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ പെട്ടെന്ന് കുറച്ചും കൂടെ ഒരു ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തും അവരൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷെ നമുക്കെന്ന് പറയുന്ന ഒരു മെഡിസിൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്ന് പറയുന്നത് അതൊരു തുടക്കം മാത്രം. MBBS എന്നുള്ളൊരു ഫൗണ്ടേഷനാണ്. പിന്നെ MBBS
മാത്രമുള്ളവരെ പുച്ഛിക്കുന്ന കുറേ പ്രവണതയൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും സമൂഹത്തിലൊക്കെ ഉണ്ട്. പക്ഷെ അത് ശരിയല്ല. ബിക്കോസ് MBBS ആണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾ ക്ലിനിക്കൽ എക്സാമിനേഷനും ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിലൊക്കെ എത്താൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സ്കിൽസും ആ ബേസിക് സെറ്റ് ഓഫ് സ്കിൽസ് നിങ്ങൾ പഠിക്കുന്ന അവിടെ നിന്നാണ്. അപ്പോൾ അതില്ലാണ്ട് ഒരു ഫൗണ്ടേഷൻ ഇല്ലാണ്ട് നമ്മൾ എത്ര നില മുകളിലോട്ട് പണിതിട്ടും കാര്യമൊന്നുമില്ല. ഒരു ഫൗണ്ടേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ MBBS ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. നിങ്ങൾ ഭാവിയിൽ ഏത് രീതിയിലോട്ട്, ഏത് സ്പെഷ്യാലിറ്റിയിലോട്ട്, ഏതിലോട്ട് വേണമെങ്കിലും പോവുകയാണെങ്കിലും ഈ ഒരു ഫൗണ്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഫൗണ്ടേഷനിൽ നമ്മൾ തുടങ്ങുന്നത് നമ്മൾ 24-25 വയസ്സിലാണ്. ഇത് പിന്നെയാണ് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് പണിത് തുടങ്ങുന്നത്. അപ്പോൾ അത് ഒരു ഡിഫിക്കൽട്ട് ഏരിയ ആണ്. ബിക്കോസ് അതിലൊരു ജെൻഡർ വിഷയം കൂടെ ഉണ്ട്. ബിക്കോസ് അതും കൂടെ നമ്മൾ പറയേണ്ടി വരും. ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ ആ ഒരു ഏജ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു കല്യാണപ്രായമാണ്. അപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ എല്ലാവരും അല്ല കേട്ടോ, ചില വീട്ടുകാരൊക്കെ ഫോഴ്സ് ചെയ്യും കല്യാണം കഴിക്കാൻ. അങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ കരിയർ അവിടെ വെച്ച് നിന്നു പോവും, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കല്യാണത്തിൻ്റേതായിട്ടുള്ള ബാക്കി കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. നമുക്കൊരു കുട്ടി വന്നു, അപ്പോൾ കുട്ടിയുടെ കെയർ, ഇതൊക്കെ സ്ത്രീകൾക്കത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് അവരുടെ കരിയർ പ്രോഗ്രഷൻ എന്നുള്ളത്. നമ്മൾ എത്രയൊക്കെ നമ്മൾ 21st സെഞ്ച്വറിയിലാണ്, നമ്മൾ പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞാലും സ്ത്രീകൾക്കത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ കരിയർ പ്രോഗ്രഷൻ. പക്ഷേ എന്നിട്ടും ഇതൊക്കെ സർവൈവ് ചെയ്തിട്ടും വളരെ ഉന്നതമായ ലെവലിൽ എത്തിയിട്ടുള്ള സ്ത്രീകൾ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട്, ഡോക്ടേഴ്സ്. അപ്പോൾ അതുകൊണ്ട് അവരൊരു എക്സ്ട്രാ വർക്ക് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എഫേർട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതായത് ഒരു ജെൻഡർ ബയസ് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. ആണുങ്ങൾക്കാണെങ്കിലും ബുദ്ധിമുട്ടാണ് ഇൻ എ സെൻസ്. ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള പ്രഷറൊന്നും ആ പ്രായത്തിൽ വന്നില്ലെങ്കിൽ പോലും പല ആളുകളുടെയും എന്താ പറയുക, നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ആൺകുട്ടിയിൽ നിന്ന്, ഒരു വീട്ടിൽ, പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ചിലപ്പോൾ നമ്മളായിരിക്കും. അത് വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നവർക്ക് അത് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ താഴത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നമ്മളുടെ നമ്മുടെ പാരൻസോ നമ്മുടെ ബന്ധുക്കളോ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു പ്രായത്തിൽ തൊട്ടേ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും വീടിൻ്റെ എന്താ പറയുക മെയിൻ സോഴ്സ് ഓഫ് ഇൻകമായി മാറുകയും ചെയ്യും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ MBBS പഠിച്ചു കഴിഞ്ഞ് കിട്ടുന്നൊരു സാലറി വെച്ചിട്ട് നമുക്കിത് പലതും ഇവരുടെ ഈ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണമെന്നില്ല. അപ്പോൾ അത് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസാണ് ആൺപിള്ളേർക്കാണെങ്കിലും. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പോൾ ആണുങ്ങളുടെ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ അവർ വൾണറബിൾ ആവരുത്, അവർക്ക് പ്രശ്നങ്ങളൊന്നും വരരുത്, എന്തുണ്ടെങ്കിലും അവർ പണിയെടുത്തിട്ട് കുടുംബത്തെ നോക്കിക്കൊള്ളണം എന്നുള്ളൊരു ആഡഡ് പ്രഷർ ആണുങ്ങൾക്കുണ്ട്. പെൺപിള്ളേർക്കാണെങ്കിൽ ചൈൽഡ് കെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രഷറും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ലെവലിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് പ്രഷറിലൂടെ ഒരു ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ പോകേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് നാട്ടിലെ നമ്മൾ എന്താ പറയുക പഠിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോൾ PG കയറാമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ നീറ്റ് PG എന്ന് പറഞ്ഞ എക്സാമാണ്. അത് ഫോളോ ചെയ്യുന്നവർക്കറിയാം, അത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസിലൊന്നാണ് നീറ്റ് PG എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കുത്തിയിരുന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നേ, നമ്മൾ ചിലവർക്കത് ഫുൾ ടൈം ഒരു റൂം എടുത്തിട്ടോ അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ടോ ജോലിക്കൊന്നും പോകാതിരുന്ന് പഠിക്കാനുള്ളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രിവിലേജ് ഉണ്ട്. കുറേ പേർക്ക് അതില്ല. ഞാൻ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുമുണ്ട്. പേഴ്സണലി എനിക്കും അതൊരു അത്ര സുഖകരമായിട്ടുള്ളൊരു പരിപാടി അല്ലായിരുന്നു. ബിക്കോസ് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ അതിനേക്കാളും ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു, കോളേജിലും പുറത്തൊക്കെ ആയിട്ട് മെഡിസിൻ പഠിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഞാൻ ജോലിക്കൊന്നും പോകാതെ ഫുൾ ടൈം കുത്തിയിരുന്ന് പഠിക്കാം എന്നുള്ളൊരു പ്രിവിലേജ് അവർക്കില്ല. അപ്പോൾ ഒരു ജോലിക്കും പോകണം, അതിൻ്റെ കൂടെ പഠിക്കും വേണം, എന്നിട്ട് വേണം ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ. അപ്പോൾ അവിടെ തന്നെ ഒരു ഓട്ടമത്സരം പോലെയാണ്. ചിലർ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും, ചിലർ ബാക്കിൽ നിന്നാണ് തുടങ്ങേണ്ടി വരുന്നത്. അതൊരു ഫെയർ ഗെയിം അല്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ലോകം അങ്ങനെയാണ്. അതുകൊണ്ട് കുറേ പേർക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നു. അപ്പോൾ അതും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ PG കയറി പിന്നെ ഒരു 3 കൊല്ലം നമ്മൾ നാട്ടിലാണെങ്കിൽ 3 കൊല്ലം നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സീനിയർ റെസിഡൻസി ചെയ്യുന്നു. ഇപ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ്, സബ് സ്പെഷ്യലിസ്റ്റ് ആ ഒരു കൾച്ചറിനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലോട്ട് നമ്മുടെ രാജ്യം മാറിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു MDയിലോ MSലോ നിർത്താൻ പറ്റില്ല. നമ്മൾ DM ചെയ്യണം, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യണം, DMO MCH എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു 3 കൊല്ലം നമ്മൾ പഠിക്കണം. ഈ സമയത്ത് നമുക്ക് പേ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അത്ര പേ, ഇപ്പോൾ ജിപ്മറോ അല്ലെങ്കിൽ ഒരു എയിംസോ അല്ലെങ്കിൽ PGI ചണ്ഡീഗഡോ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ കിട്ടുന്നൊരു പേ ഒന്നും ബാക്കി പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കിട്ടില്ല. അത് ഭയങ്കര വേരിയബിളാണ്. പല സംസ്ഥാനങ്ങളിലും പേ കുറവാണ്, ചിലയിടത്ത് കൂടുതലാണ്. അങ്ങനെ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പോൾ അത് ഭീകരമായിട്ടുള്ളൊരു പേ നമുക്ക് ആ ഒരു പ്രായത്തിലും
കിട്ടുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ 25 കഴിഞ്ഞിറങ്ങി ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ 30-31 വയസ്സ് അല്ലെങ്കിൽ 32 വയസ്സാവും നമ്മളൊരു സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ. ആ സമയം കൊണ്ട് നമ്മുടെ പല സുഹൃത്തുക്കളും വേറെ പല കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവരും ജീവിതത്തിൽ സെറ്റിലായിട്ടുണ്ടാവും. അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ഒക്കെ ആയിട്ടുണ്ടാവും, റിട്ടയർമെൻറ്റ് പ്ലാൻസ് വരെ അവരുടെ സെറ്റിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനുള്ളൊരു പ്ലാൻ ഉണ്ടാവും അവർക്ക്. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ ഇത്രയും കൊല്ലം നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഒരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് ഈ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യല്ല, ഇതൊരു 9 to 5 ജോബും അല്ല. നമുക്ക് രാവിലെ 9 മണിക്ക് പോയി വൈകുന്നേരം 5 മണിക്ക് വന്ന് വീക്കെൻഡൊക്കെ ഫ്രീ ആയിരിക്കാൻ പറ്റുന്നൊരു ജോലിയല്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാത്തവരോട് പറയുന്നതാണ്, നമ്മൾ ഹൗസ് സർജൻസി തൊട്ട് നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നാട്ടിലെന്ന് മാത്രമല്ല ഒരുവിധം ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ഇല്ല നമുക്ക്. നമ്മൾ ചിലപ്പോൾ 24 മണിക്കൂർ കണ്ടിന്യൂസ് പണിയെടുക്കേണ്ടി വരും, 48 മണിക്കൂർ കണ്ടിന്യൂസ് പണിയെടുക്കേണ്ടി വരും. ഇത് ഫെയർ ആണോ, ഇത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ ഇതാണ് എക്സിസ്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റം, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ. ഇപ്പോൾ ഈ ഇന്ത്യ എന്നുള്ള വിഷയം മാത്രമല്ല, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശിലൊക്കെ ഈ വിഷയങ്ങളാണ്, അല്ലെങ്കിൽ മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ഒരു പ്രശ്നമാണിത്. നമ്മൾ ഇത്രയും മണിക്കൂറുകൾ പണിയെടുക്കുക എന്ന് പറയുന്നത് അത് ശരിയാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത് ഡോക്ടറുടെ ആരോഗ്യത്തിന് ശരിയല്ല. കാരണം ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഒന്നും കറക്റ്റ് ആവില്ല. നമുക്ക് മതിയായ വിശ്രമം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മുടെ ഡിസിഷൻസ് ഒന്നും കറക്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ അത് രോഗിക്കും സേഫ് അല്ല. ഇത് പക്ഷേ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതിലൊന്നും നടക്കുന്നില്ല. ഇപ്പോഴും PG പീരീഡിലായാലും ഹൗസ് സർജൻസിയിലായാലും ആളുകൾ 24-48 മണിക്കൂർ തുടർച്ചയായിട്ട് പണിയെടുക്കുന്നുണ്ട്, ഉറക്കമില്ലാതെ, റെസ്റ്റ് ഇല്ലാതെ, ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ. ഞാനും ഹൗസ് സർജൻസിക്ക് ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ 48 hours വർക്ക് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. പലവട്ടവും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ സ്കിപ്പ് ചെയ്ത് അവസാനം 12 മണിക്ക് പോയി എല്ലാം കൂടെ, രാത്രി 12 മണിക്ക് പോയി എല്ലാം കൂടെ കഴിക്കുന്ന പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒട്ടും അൺഹെൽത്തി അല്ല, പേഷ്യൻസിനും സേഫ് അല്ല, ഡോക്ടർക്കും സേഫ് അല്ല എന്നൊക്കെ അറിയാം. പക്ഷേ വേറെ വഴിയില്ല, അതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 9 to 5 പരിപാടി അല്ലാത്തതുകൊണ്ട് നമ്മൾ വല്ലാണ്ട് ഇമോഷണലിയും ഇത് എക്സോസ്റ്റഡ് ആക്കുന്നൊരു പരിപാടിയാണ്. കാരണം നമുക്ക് പലതും മിസ് ചെയ്യേണ്ടി വരും. നമുക്കിടെ അടുത്ത സുഹൃത്തുക്കളുടെ വല്ല പരിപാടികളോ അല്ലെങ്കിൽ ഒരു റീയൂണിയനോ ഗ്യാതറിങ്ങുകളോ ബർത്ത്ഡേയോ മാരേജോ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. വീട്ടിലടക്കുന്നൊരു പരിപാടി, ഇപ്പോൾ ക്രിസ്മസോ ഈസ്റ്ററോ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളോ അല്ലെങ്കിൽ ഓണം, വിഷു, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഡ്യൂട്ടിയിലായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കത് ഒഴിവാക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറേ സാക്രിഫൈസുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജിൽ വന്നപ്പോഴാണ്, ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഹർത്താൽ എന്ന് പറഞ്ഞാൽ, ഹർത്താലിൻ്റെ പൊളിറ്റിക്കൽ സൈഡല്ല ഞാൻ പറയുന്നത്. ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അന്നത്തെ ദിവസം സ്കൂളിൽ പോകണ്ട. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ഇയറിൽ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് എന്താ പറയുക, ഒരു ദിവസം ഹർത്താൽ വന്നു. അപ്പോൾ നാളെ കോളേജിൽ വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹർത്താലല്ല, എന്ത് പരിപാടി നടന്നാലും നമ്മൾ കോളേജിൽ ഉണ്ടാവണം എന്നുള്ളത്. അതുപോലെ വീക്കെൻഡ്സിലൊക്കെ നമുക്ക് ക്ലാസ് ഉണ്ട്, സൺഡേ ഇല്ല, സാറ്റർഡേയ്സിലൊക്കെ ക്ലാസ് ഉണ്ട് നാട്ടിൽ. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാ വീക്കെൻഡും നമ്മൾ ഹോസ്പിറ്റലിലോ ക്ലിനിക്കൽ റൊട്ടേഷനിലോ അല്ലെങ്കിൽ ഒരു ലെക്ചർ ക്ലാസ്സിലോ പോകേണ്ട കാര്യമൊന്നുമില്ല. അല്ലാണ്ടും പഠിക്കാൻ ലോകത്ത് പലരും അങ്ങനെ പഠിക്കുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് സിസ്റ്റം. അപ്പോൾ നമുക്കത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യും. നമ്മുടെ +2 വരെ നമ്മുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകളായിട്ടുള്ള കണക്ഷൻസ് നമുക്ക് പോവും. ബിക്കോസ് നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒരു സോഷ്യലി മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കുറയും. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഈ കോളേജ്, ഹോസ്പിറ്റൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും ഒരു ചാലഞ്ചാണ്, ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. വർക്കിംഗ് അവേഴ്സ് ഭയങ്കര മോശമാണ്. ഒരുപാട് കൊല്ലം നിങ്ങളൊരു സൂപ്പർ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ലെവലിൽ എത്തണമെങ്കിൽ അത്രയും കൊല്ലം നിങ്ങൾ പഠിക്കണം, ട്രെയിൻ ചെയ്യണം. ആ സമയത്ത് നിങ്ങളുടെ സാലറി കുറവായിരിക്കും, അൺലെസ് യു ആർ ഇൻ എ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, സെൻട്രൽ ഗവൺമെൻറ്റിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ല, ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ സാലറി കൂടുതലാണ്, ബാക്കി മിക്ക സ്ഥലത്തും സാലറി കുറവാണ്. അപ്പോൾ അത്രയും എക്സ്പെക്റ്റേഷൻ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ട്. ഒരു ഡോക്ടറല്ലേ, ഈ ഷുഡ് ബി റിച്ച് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷേ അത് മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നൊരു സാലറിയോ സാഹചര്യങ്ങളോ നമുക്കില്ല. ഇനിയിപ്പോൾ അത് മീറ്റ് ചെയ്യാനുള്ള സാലറി ഉണ്ടെങ്കിൽ പോലും അത് സ്പെൻഡ് ചെയ്യാനുള്ളൊരു അവസരം പോലും നമുക്കില്ല. നമ്മൾ ഒരുപാട് കാര്യം സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാരൻസിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നൊരു സംഗതിയാണ്. അപ്പോൾ പലരും, ഇപ്പോൾ എനിക്ക് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല. ഞാൻ മെഡിസിൻ എടുക്കണോ എഞ്ചിനീയറിംഗ് എടുക്കണോ അതൊക്കെ എൻ്റെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ സ്വയമായിട്ടെടുത്ത് തലയിൽ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് MBBS എന്ന് പറയുന്നത്. അല്ലാണ്ട് എനിക്കൊരു പ്രഷറും എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ മെഡിസിനാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതും ഓക്കെ, മെഡിസിനാണ് പോകണത്, നീ കുറേ കൊല്ലം പഠിക്കേണ്ടി വരും, അതിനൊക്കെ റെഡി ആണെങ്കിൽ മാത്രം പോയാൽ മതി എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്.
ഞാൻ പറഞ്ഞു ഓക്കെ, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പ്ലസ് വൺ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ജീവിതകാലം മൊത്തം ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ പഠിക്കാം എന്നുള്ളൊരു ഒരു തെറ്റായ ധാരണയും അമിത ആത്മവിശ്വാസമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വിഷയമല്ല എന്നുള്ള രീതിയിൽ ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ പരിപാടി എളുപ്പമല്ല. പ്ലസ് 1 പ്ലസ് 2 പഠിച്ച പോലെയല്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് പഠിക്കാനുണ്ട്. ഇതിൽ പല സാധനങ്ങളും വായിച്ചാൽ പോലും മനസ്സിലാവില്ലായിരുന്നു. ഫസ്റ്റ് ഇയറിലിപ്പോൾ ഞങ്ങൾക്ക് അനാട്ടമി എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്. അതിൽ കണ്ണിങ്ഹാം എന്ന് പറഞ്ഞൊരു ഡിസെക്ഷൻ മാനുവൽ ഉണ്ട്. എങ്ങനെ ഒരു കെഡാവറിനെ ഡിസെക്റ്റ് ചെയ്യാം, അതിലെ കാര്യങ്ങൾ എന്തൊക്കെ നോക്കണം എന്നൊക്കെ പറയുന്നൊരു മാനുവലാണ്. എനിക്കിത് ആദ്യം വായിച്ചിട്ട് ഇതിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണോ എന്നൊരു സംശയമായി. ഇത് വേറെ ഏതോ ഒരു ഭാഷ വായിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിൽ. പിന്നെ നമുക്ക് കോളേജിലൊക്കെ ഇപ്പോൾ പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവും. സ്പോർട്സ്, പൊളിറ്റിക്സ്, പിന്നെ നമുക്ക് സിനിമയോടുള്ള ഇഷ്ടം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയി നമ്മൾ കൂട്ടുകാരോട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി സൈഡുകളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതൊരു ഫ്ലോയിൽ അങ്ങനെ പോയി എന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് കോളേജിലിരുന്ന് പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയൊന്നുമല്ല. പിന്നെ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഇപ്പോൾ പാരൻസിനായാലും സ്റ്റുഡൻസിനായാലും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് MBBS പഠിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധി വേണം എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഒരു ആവറേജ് ഇൻ്റലിജൻസ് എന്തായാലും വേണം മെഡിസിൻ പഠിക്കണമെങ്കിൽ. അതൊരുവിധം എല്ലാവർക്കും ഉണ്ടെന്ന് ഈ നാട്ടിൽ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്, ഒരുവിധം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. അതിനപ്പുറത്തോട്ടുള്ളൊരു സൂപ്പർ ഇൻ്റലിജൻ്റ് ആവണമെന്നോ ഭയങ്കര ഐക്യുള്ള ഒരാളാവണമെന്നോ ഒരു നിർബന്ധമില്ല മെഡിസിൻ പഠിക്കണമെങ്കിൽ. പക്ഷേ ഇവിടെ വേണ്ട കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക്. കാരണം നമുക്കൊരൊറ്റ രാത്രി കൊണ്ട് ഒരു ഭയങ്കരമായ ക്ലിനീഷ്യൻ ആവാനോ ഒന്നും പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം. നമ്മൾ ഓരോ ദിവസവും ഇരുന്ന് വായിച്ച്, ഓരോ ദിവസവും പേഷ്യൻസിനെ കണ്ട് നമ്മൾ എക്സാമിൻ ചെയ്ത് പതിയെ പതിയെ ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ നോളജ് ആൻഡ് സ്കിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ബുദ്ധിയൊന്നും അതിന് വേണ്ട, പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം ആ ഒരു ഫീൽഡിനോട്. കമ്മിറ്റ്മെൻറ്റും ഡ്രൈവും ഉണ്ടെങ്കിലാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നും. എനിക്കതിനെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് കോളേജിൽ വന്നു കഴിഞ്ഞാൽ, ഞാനൊക്കെ കോളേജിൽ വരുന്ന സമയം എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾ, ക്യാമ്പസ് മൂവീസൊക്കെ കണ്ടിട്ട് ആ ഒരു ഹൈപ്പിലാണ് കോളേജിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു കോളേജൊക്കെ എങ്ങനെയായിരിക്കും, നമുക്ക് മെഡിക്കൽ കോളേജ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു ആർട്സ് കോളേജ് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നല്ല സെലിബ്രേഷൻസ് ഒക്കെ ഉള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പോലെ ആയിരിക്കും, നല്ല ഫണ്ണായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കോളേജിലോട്ട് വരുന്നത്. ഫണ്ണൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പരിപാടികൾ കോളേജിലുണ്ടാവും, സ്പോർട്സും ആർട്സും എല്ലാം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു തെറ്റായിട്ടുള്ളൊരു കീഴ്വഴക്കം എന്ന് പറയുന്നത്, ഒന്ന് ഈ സീനിയേഴ്സിൻ്റെ പരിപാടി. ഇപ്പോൾ പലരും നിങ്ങളുടെ അടുത്ത് പറയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ നിങ്ങളൊന്നും പഠിക്കേണ്ട, നിങ്ങൾ ചില്ല് ചെയ്ത് കിടക്ക്, അവസാനം പരീക്ഷയുടെ സമയത്ത് പഠിച്ച് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. സത്യമാണ്. നമ്മൾ ഫുള്ള് കളിച്ച് കിടന്നാലും അവസാനം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റും. പക്ഷേ എക്സാം പാസ്സാവലല്ല ഇതിൽ ഇമ്പോർട്ടൻസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷൻ. ഇതെനിക്ക് മനസ്സിലായി വരുമ്പോഴേക്കും എൻ്റെ ഹൗസ് സർജൻസി ആയി. ഞാൻ ഇതുപോലെ എക്സാംസൊക്കെ പാസ്സാവും, അവസാനം യൂണിവേഴ്സിറ്റി എക്സാം എന്തെങ്കിലുമൊക്കെ കാണിച്ച് പാസ്സാവുമായിരുന്നു. പക്ഷേ നമുക്ക് പഠിക്കേണ്ടത് ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല, നമ്മളൊരു സ്കില്ലാണ് പഠിക്കുന്നത്, നമ്മളൊരു നോളേജ് ഉണ്ടാക്കാനാണ് പഠിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മുമ്പൊക്കെ +2 വരെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ അതൊരു എക്സാം ഓറിയൻറ്റഡ് സാധനത്തിലോട്ട് മാറിയതോടുകൂടെ നമുക്ക് ആ ഒരു ഡ്രൈവൊക്കെ പോയി. അപ്പോൾ അത് വളരെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും കോളേജിലൊക്കെ സീനിയേഴ്സ്, എനിക്ക് തോന്നുന്നു ജൂനിയേഴ്സ് പിള്ളേർ വരുമ്പോൾ പറയാറുണ്ടെന്ന് തോന്നുന്നു, ഇപ്പോൾ പഠിക്കേണ്ട, ചില്ല് ചെയ്തോ, ഫൈനൽ ഇയർ ആകുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോൾ പഠിച്ചാൽ മതി, അത്ര അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ എന്ന് പറയുന്ന പലരും ഇപ്പോഴും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നടപടിയാവുന്ന കാര്യമല്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. പഠിക്കാനുള്ളൊരു ടൈം മാറ്റി വെക്കണം. നമ്മളൊരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ എങ്ങാനും ഡെയിലി പഠിച്ചാൽ മതി. പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും കാര്യങ്ങൾ. അത് ആ എക്സാം പാസ്സാവാന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, നമ്മൾ പിന്നെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ ഫൗണ്ടേഷൻ, ഈ ഒരു നോളജ് നമ്മൾ ഒരുപാട് സഹായിക്കും. അപ്പോൾ അതും ഇതിലൊരു സംഭവമാണ്. അത് നിങ്ങൾ ആലോചിക്കണം. ഇനി മെഡിസിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു വിഷയം, എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ? ഇത് ഒരുപാട് പേർക്കുള്ള കൺസേൺ ആണ്. ഇപ്പോൾ ഈ AI വരവ്, എല്ലാ ഫീൽഡിലുള്ള പോലെ AI നല്ല രീതിക്ക് മെഡിക്കൽ ഫീൽഡിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഇതിൻ്റെ ഞാൻ ഇതിനോട് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ എക്സ്പേർട്സ് പറയുന്നത് AI നമ്മുടെ ജോലിയൊന്നും കളയാൻ പോകുന്നില്ല. ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു മേക്ക് മെഡിസിൻ ഓർ ഹെൽത്ത് കെയർ മോർ എഫിഷ്യൻറ്റ്. ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് ഡോക്ടേഴ്സ്, ക്ലിനീഷ്യൻസ് ഓർ നഴ്സസ്, അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടായിരിക്കും AI വരാമെന്നുള്ളത്. പക്ഷെ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഒരു കൺസേൺ ഉണ്ടാവും, അങ്ങനെ AI വന്ന് അത് ഭയങ്കര ഒരു പരിപാടിയായി കഴിഞ്ഞാൽ നമ്മുടെ ജോലി റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളത്. പല ഫീൽഡിലുള്ള ആളുകൾക്ക് കൺസേൺ ഉള്ള പോലെ മെഡിസിനിലും കൺസേൺ ഉണ്ട്. പക്ഷേ ഇതിനൊരു ക്ലിയർ ഉത്തരവൊന്നും ഇപ്പോൾ ഇല്ല. നമ്മുടെ ജോലി മൊത്തം പോകുന്നോ അല്ലെങ്കിൽ ജോലി ഒന്നും പോവില്ല എന്നോ ഉള്ളൊരു ഉത്തരവൊന്നും ഇല്ല. അതൊരു ഡിഫിക്കൽട്ട് ഏരിയ ആണ്. പക്ഷേ AI എന്തായാലും ഹെൽത്ത് കെയറിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവും വേണ്ട.
അത് ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനി എടുത്ത് കളയാനൊന്നും പറ്റുന്നൊരു കാര്യമല്ല. അതെന്തായാലും ഇവിടെ ഉണ്ടാവും. ഹെൽത്ത് കെയറിലും ഐക്ക് ഒരു ഹ്യൂജ് റോൾ ഉണ്ടാവും. അത് എങ്ങനെ വരും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. പക്ഷേ ഒരു ക്ലിയർ ആൻസർ, എൻ്റെ ജോലി മൊത്തം എടുത്ത് കളയും അല്ലെങ്കിൽ ജോലിക്കൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു 0-1 പരിപാടിയോ അല്ലെങ്കിൽ ഒരു ഉത്തരം ഇതിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിൽ വെയിറ്റ് ആൻഡ് സീ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കോളേജിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ മാത്രമുള്ളൊരു സംഭവമല്ല. പഠിക്കണം, ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും പഠിക്കണം, അതൊരു പ്രയോറിറ്റി തന്നെയാണ്. പക്ഷെ പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇത്രയും ഒരു ലോങ് പ്രോസസ്സിലൂടെ ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കടന്നു പോകുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് പല രീതിക്ക് ബാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ഒരുപാട് ബാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി റിലേഷൻഷിപ്സ് ആണ്. ഞാൻ പറയുന്ന ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമല്ല, നല്ല സുഹൃത്തുക്കൾ, നല്ല ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കോളേജിൽ അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് നല്ല പഠിക്കുന്നതിൻ്റെ ഒപ്പം നല്ല സുഹൃത്തുക്കളെയും കൂടെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ മേക്ക് യുവർ ലൈഫ് ഈസിയർ. എനിക്ക് ആ കാര്യത്തിൽ ഞാൻ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠനത്തിൻ്റെ കാര്യത്തിൽ ഉഴപ്പിയെങ്കിലും പല തെറ്റായ അഡ്വൈസുകൾ എടുത്തുവെങ്കിലും ഒന്ന് ഡീറെയിൽ ചെയ്ത് പോയെങ്കിലും സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ഞാൻ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് കോളേജിൽ. അവരുടെ ഒരു പ്രസൻസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഫേസിലൂടെ അവരെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് വരുമ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിലായിരിക്കും. അപ്പോൾ ഓൾസോ ഇൻവെസ്റ്റ് ഇൻ ഗുഡ് ഹെൽത്തി റിലേഷൻഷിപ്സ് ഇൻ കോളേജ്. അതൊരു ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതൊരു ഫൈനാൻഷ്യൽ പരിപാടിയായിട്ടല്ല, നമുക്ക് നമ്മുടെ സന്തോഷത്തിന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെഡിസിനെ പറ്റി പറയാനുള്ളത്. ഇപ്പം എൻ്റെ അടുത്തൊരാൾ മെഡിസിൻ എടുക്കണോ, ഞാൻ ഈ 2025 MBBS എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചാലഞ്ചസ് ഒക്കെ MBBSനുണ്ട്. ഇത്രയും കൊല്ലത്തെ പഠനം, ഇൻസെയിൻ വർക്കിംഗ് അവേഴ്സ്, 24-48 മണിക്കൂർ പണിയെടുക്കേണ്ട കാര്യം, നൈറ്റ് ഷിഫ്റ്റ്, വീക്കെൻഡ്സ്, ഈ പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ ആ എടുക്കുന്ന എഫേർട്ടിനുള്ള പേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഫെയർ പേ അല്ല നാട്ടിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സെക്ടറിൽ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ, കുറേ ചാലഞ്ചസ് ഉണ്ട്. എന്നാൽ പോലും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഇപ്പോൾ ദൈവമാണ് മാലാഖയാണെന്നൊന്നും ഒരിക്കലും പറയില്ല, അതൊക്കെ ഒരു ഓവർ ഗ്ലോറിഫിക്കേഷനാണ്. പക്ഷെ ചെയ്യുന്ന ജോലിക്ക് ഒരു ഇൻഹറൻറ്റ് നന്മയുണ്ട്. നമ്മളൊരു മനുഷ്യനെ സഹായിക്കുക, നമുക്ക് കാശ് കിട്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുക. കാശ് മാത്രമല്ലല്ലോ, കാശ് വേണം, ഓഫ് കോഴ്സ് സാലറി നമുക്ക് വേണം. സാലറി ഇല്ലാണ്ട് നമുക്ക് ആരും നമ്മുടെ ബില്ലൊന്നും വന്ന് അടയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ സാലറി ഇല്ല സേവനമാവണം എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. സാലറി എന്തായാലും വേണം. പക്ഷേ സാലറിക്ക് ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഒരാളെ സഹായിക്കുമ്പോൾ, അയാളുടെ നല്ല വാക്ക് കേൾക്കുമ്പോൾ, അയാൾക്കൊരു സന്തോഷം വരുമ്പോൾ, അയാൾ ക്യൂറായി അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നോ ക്ലിനിക്കിൽ നിന്നോ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും കിക്കും ഉണ്ട്. അത് ഈ ഫീൽഡിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ടാവും. എവറി പേഷ്യൻ്റ് ഈസ് എ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് മെഡിസിനിലൊരു അൺറിട്ടൺ ലോ. എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. ഒരു ക്ലിനിക്കൽ സയൻസ് പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററിയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഈ മെഡിസിൻ എന്ന് പറയുന്നത് അതിനൊരു സോഷ്യൽ സൈഡും കൂടിയുണ്ട്. അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. മെഡിസിൻ എന്ന് പറയുന്നത് ഒരാൾക്ക് അസുഖം വരുന്നു, അസുഖം ഭേദമാവുന്നു, പോകുന്നു, അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അയാൾക്ക് അസുഖം വരാനൊരു കാരണം ഉണ്ടാവും. അതൊരു സോഷ്യൽ റീസൺ ആയിരിക്കും. അയാളൊരു പുവർ വർക്കിംഗ് ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കും. അയാളുടെ ജീവിത സാഹചര്യങ്ങൾ ബെറ്റർ ആയിരിക്കില്ല, ബെറ്റർ സാനിറ്റേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾ കഴിക്കുന്ന ഫുഡ്, അയാളുടെ ആ ഒരു സർക്കിളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഡ്രഗ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. ഡ്രഗ്സ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഈ ഇലസിഡ് ഡ്രഗ്സ് മാത്രമല്ല, അപ്പോൾ എന്ത് കാര്യങ്ങളായാലും, മദ്യം, സിഗരറ്റ്, അങ്ങനത്തെ എന്ത് കാര്യങ്ങളായാലും അവരെ വളർത്തുന്ന രീതി, ഇതിലൊക്കെ ഒരു സോഷ്യൽ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ മെഡിസിൻ അതുകൊണ്ടാണ് ഒരു ബ്യൂട്ടിഫുൾ ഒരു ഫീൽഡും കൂടി ആവുന്നത്. ജസ്റ്റ് ഒരു പ്രോബ്ലം, അതിനെ ഫിക്സ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഈസി അപ്രോച്ച് അല്ല മെഡിസിൻ. ഒരു മൾട്ടി ഫാക്ടോറിയൽ അപ്രോച്ചാണ്. നമുക്കൊരാളുടെ സോഷ്യൽ സിറ്റുവേഷൻസ് കാരണമായിരിക്കും ചിലപ്പോൾ അയാൾക്കൊരു രോഗം വന്നത്. അതൊക്കെ ഒരു രസകരമായിട്ടുള്ളൊരു ഏരിയ ആണ്. പബ്ലിക് ഹെൽത്തും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. മെഡിസിനിൽ പഠിക്കുന്ന പലർക്കും താല്പര്യമില്ലെങ്കിലും പബ്ലിക് ഹെൽത്ത് ഇസ് വെരി എക്സൈറ്റിംഗ് ഫീൽഡ് ഫോർ മീ പേഴ്സണലി. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് വായിച്ചിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് മെഡിസിനിൽ പഠിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അത് പാർക്ക് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് ഇഷ്ടപ്പെടില്ല, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇത് കമ്മ്യൂണിറ്റി മെഡിസിൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഉറങ്ങിപ്പോയി എന്ന് പറയുന്ന ട്രോളുകൾ ഒരുപാട് ഉള്ള ഒരു ഫീൽഡാണ് മെഡിസിൻ.
പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ രസമായിട്ടൊരു നോവലൊക്കെ വായിക്കുന്ന പോലെയായിരുന്നു. പരീക്ഷയുടെ സമയത്താണ് കേട്ടോ വായിച്ചു തുടങ്ങിയത്, അതുവരെ വായിക്കാറില്ലായിരുന്നു. പക്ഷേ വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് കൊള്ളാലോ പരിപാടി, നല്ലൊരു രസകരമായിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ് പാർക്ക് എന്നുള്ളത്. അതിൽ ഒരു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് മെഡിസിൻ അത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ ഒരു പ്രൈമറി കെയറിലാണ്, ഞാൻ UK ഇപ്പോൾ ഒരു GP എന്നാണ് ഇവിടെ പറയാം. US ഫാമിലി മെഡിസിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ എല്ലാവർക്കും ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അയാളായിരിക്കും ആ പേഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ്. അവിടെ പോയിട്ട് അവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ റെഫറൽ വേണ്ട കാര്യങ്ങളാണെങ്കിൽ റെഫർ ചെയ്യും. അത് ഏർജൻറ്റ് റെഫറൽ വേണ്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആക്സിഡൻ്റ് ആൻഡ് എമർജൻസിയിലോട്ട് വിടും, അല്ലെങ്കിൽ ഒരു ഏർജൻറ്റ് റെഫറൽ റെഡിയാക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ബിക്കോസ് എനിക്ക് ഈ അൺഡിഫറൻഷ്യേറ്റഡ് സിംറ്റംസ് എൻ്റെ അടുത്ത് വരുന്നതാണ് ഇഷ്ടം. ആരും വേറെ കാണാത്ത നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പസിൽ ഉണ്ടാക്കുന്ന പോലെ ഡോട്ട്സ് ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു പിക്ചർ ഉണ്ടാക്കുന്നത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ പ്രൈമറി കെയറിലാണ്, അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഒരിക്കലും ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല മെഡിസിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രഷർ ഉണ്ടാവും. പലരുടെയും വിചാരം MBBS കഴിഞ്ഞ ഉടനെ നമുക്ക് ഭയങ്കര സാലറി ആയിരിക്കും, നമ്മൾ സെറ്റിൽ ഫോർ ലൈഫാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഗോൺ ആർ ദോസ് ഡേയ്സ്. സത്യം പറയാം, ഒരു 10, 20, 25 കൊല്ലം മുമ്പ് ഒരു MBBS കഴിഞ്ഞ് ഉണ്ടാക്കുന്ന ആളുടെ ഏണിംഗ് പൊട്ടൻഷ്യൽ അല്ല ഇപ്പോൾ MBBS കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക്. ഈവൻ സ്പെഷ്യാലിറ്റി കഴിഞ്ഞാലും, ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ഏണിംഗ് പൊട്ടൻഷ്യൽ വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ടുള്ളൊരു സാലറി നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അവിടെ ഒരു ജോബെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നോക്കിയിട്ട്. പിന്നെ മെഡിസിനിൽ ഇത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഈ ഒരു ഡോക്ടർ പേഷ്യൻ്റ് ട്രസ്റ്റ് എന്നുള്ളതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനൊരു കോട്ടം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞൊരു 20-25 കൊല്ലമായിട്ട്. അത് ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം നടക്കുന്നൊരു കാര്യമല്ല, ഗ്ലോബലി നടക്കുന്നൊരു കാര്യമാണ്. കാരണം ഒരുപാട് ഹോക്സുകളും മിസ്ഇൻഫർമേഷനും ഈ സോഷ്യൽ മീഡിയയോട് പരക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ആയാലും ഇൻസ്റ്റാഗ്രാം റീൽസ് ആയാലും ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻ പരക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട ആളുകൾ വിശ്വസിച്ചിട്ട് ഒരു ബയസ്ഡ് ആയിട്ടായിരിക്കും ഒരു ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്. ഇയാൾ എന്നെ പറ്റിക്കാനിരിക്കുന്ന ഒരാളാണെന്നുള്ളൊരു മുൻവിധിയോടുകൂടെ നമ്മൾ ഡോക്ടറെ കാണുന്നത്. ഡോക്ടേഴ്സ് ആണെങ്കിൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സിനെതിരെയുള്ള ആക്രമണങ്ങൾ കൂടുന്നൊരു സമയമാണ്. ഒരുപാട് ആക്രമണങ്ങൾ നിങ്ങൾ ഡെയിലി എന്തെങ്കിലും വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന കാണാം. അപ്പോൾ അതൊരു ചലഞ്ചാണ്. ആംഗ്രി ആയിട്ടൊരു മോബ് വന്ന് നമ്മൾ ആക്രമിക്കും എന്നുള്ളൊരു സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം എന്നുള്ളൊരു സംഗതി ഒരു സത്യമാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു ഡിഫെൻസീവായിട്ടാണ് നിൽക്കുന്നത്. ഇയാൾ എന്നെ പൊട്ടൻഷ്യലി ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെന്നുള്ളൊരു പേടി അവർക്കുണ്ട്, മറ്റാൾക്ക് ഇങ്ങനെയുണ്ട്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് വല്ലാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇനി ഫ്യൂച്ചറിലോട്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. എനിക്കിതൊന്നും പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ നീന്തൽ പഠിക്കുന്നതിന് മുമ്പ് കുളത്തിൽ ചാടാന്ന് പറഞ്ഞ പോലെ നേരെ അതിലോട്ട് ചാടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒബ്വിയസ്ലി ഇതധികം പേരൊന്നും കാണാൻ പോകുന്നില്ല, മേ ബി 3-4 പേര് കാണുമായിരിക്കും. അത് തന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാലും ഇതൊരു ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാനത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ധൈര്യമായിട്ട് ചെയ്യ്, ഇതിപ്പോൾ ആര് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് എനിക്ക് ചെയ്യാനുള്ളൊരു തോന്നലെന്ന് പറയുന്നത് ഇതിൻ്റെ വ്യൂസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്കിത് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ സിറ്റുവേഷനിലൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു ഡോക്ടർ ആവാൻ ആസ്പയർ ചെയ്യുന്ന, വേറെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്ത, വീട്ടിൽ വേറെ ഡോക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത, പറഞ്ഞു തരാൻ ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ ആരും ഇല്ലാത്ത ഏതെങ്കിലും കുട്ടികൾ എന്തായാലും ഉണ്ടാവും, എനിക്ക് ഉറപ്പാണ്. അവർക്ക് ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ അവർക്കൊരു സ്വന്തമായിട്ടൊരു ഡിസിഷൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം എടുക്കാൻ തോന്നുകയാണെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല, ബട്ട് ഇത് ചെയ്യുന്നതിൻ്റെ പർപ്പസ് അതാണ്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾ സ്വയമായിട്ടാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഒരിക്കലും വേറെ ആളുടെ വാക്കുമായിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കരുത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു എന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ ബയസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുകയാണ് ധൈര്യമായിട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് കേട്ടിട്ട് ആരും ഒരു ഡിസിഷൻ എടുക്കരുത്. അതിപ്പോൾ നിങ്ങളുടെ പാരൻസ് ആണെങ്കിൽ പോലും. ചില വീട്ടിലൊക്കെ എനിക്കറിയാം പാരൻസ് ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്ത് മെഡിസിൻ എടുപ്പിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പലതരം ടാലൻ്റുള്ള ആളുകൾ പേഴ്സണലി കുറേ പേരെ അറിയാം. ഫോട്ടോഗ്രാഫി അങ്ങനത്തെ പല സ്കിൽസുള്ള ആളുകളെ നിർബന്ധിച്ച് മെഡിസിൻ എടുപ്പിച്ച് അവർ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പുറത്ത് നിങ്ങൾ എടുക്കരുത്. ഇതൊക്കെ കേട്ടിട്ടും നിങ്ങൾക്കൊരു കുറച്ച് ആലോചിച്ച് നിങ്ങൾക്ക് സ്വയമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ തോന്നി
ഓക്കെ, എല്ലാം ഞാൻ കേട്ടു, എനിക്ക് മെഡിസിൻ പഠിക്കണം എന്നാണ് തോന്നുന്നതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പഠിച്ചോ, ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്പെഷ്യാലിറ്റി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഏരിയ ടു വർക്ക്. അതൊക്കെ അത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് അത്രയും ഡ്രൈവും ഇൻട്രസ്റ്റും ഇതിനോടുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടും മെഡിസിൻ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സക്സസ്ഫുൾ ആവും, അതിലൊരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായ ബുദ്ധിയോ ഐക്യോ ഒന്നും മെഡിസിൻ പഠിക്കാൻ വേണ്ട. ബട്ട് ഓൾ യു നീഡ് ഇസ് ഹാർഡ് വർക്ക്, കൺസിസ്റ്റൻസി ആൻഡ് ഡ്രൈവ്. ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആവും. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.